Today's class we are going to discuss about a descriptive or a causal research. So in the previous class we discussed about what is exploratory research design and its type or methods used in exploratory research design. That is experience survey, secondary data analysis, case studies, pilot studies, etc. So നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് റിസർച്ച് ഡിസൈൻ അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി വരും, ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് പറഞ്ഞു. അതിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ഓർ കോസൽ റിസർച്ച് ആണ്. സോ ഓൾറെഡി നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ് എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. ഡിസ്ക്രിപ്റ്റീവ് ആണ്. സോ ഡിസ്ക്രൈബ് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഇവൻറ്റ്, ഇൻഡിവിജ്വൽ or any other characteristics. So descriptive research design എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെന്നെ ആയിക്കോട്ടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ എന്നും കൂടി പറയുന്നുണ്ട്. ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. So this research does not deal with the testing of hypothesis or proposition. അപ്പോൾ ഇവിടെ എന്ത് വരുന്നില്ല? ഒരു ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യേ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷനെ ടെസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. എന്താണ്? ഡിസ്ക്രൈബ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ ഓർ ഇവൻറ്റ് ഓർ ഇൻഡിവിജ്വൽ. എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്യുക മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കമ്പാരറ്റീവ് റിസർച്ച്, സർവേ റിസർച്ച് ഓർ എക്സ്പോസ്റ്റ് ഫാക്റ്റീവ് റിസർച്ച്. എക്സ്പോസ്റ്റ് ഫാക്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ഫാക്റ്റ് ഓൾറെഡി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു റിസർച്ചും ആവാം ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഒന്നെങ്കിൽ സർവേയിലൂടെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽഡ് ക്വസ്റ്റ്യനെയേഴ്സ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മെത്തേഡ് ഉപയോഗിക്കാം, ക്വസ്റ്റ്യനെയേഴ്സ് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ കളക്ട് ചെയ്യാം. ഒന്നെങ്കിൽ സെൻസസ് ഉപയോഗിച്ച് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. സോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിസർച്ചാണ് ഇത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. കൂടുതലും ഈ സോഷ്യൽ റിസർച്ചൊക്കെ നമ്മളുടെ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിൻ്റെ ഈ ഒരു കാറ്റഗറിയിലാണ് കൂടുതലായിട്ടും വരുന്നത്. സോ ഇതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ വിത്ത് എ ഇൻ്റർപ്രിട്ടേഷൻ വെച്ചിട്ട് നമ്മളൊരു ഫാക്ട് ഫൈൻഡിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു സോഷ്യൽ ലൈഫിൻ്റെ പ്രെഡിക്ഷന് വേണ്ടിയിട്ടാണ്. സോ പ്രെഡിക്റ്റ് ചെയ്യാണ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൂടെ നമ്മൾ ഒരു പ്രെഡിക്ഷനാണ് ചെയ്യുന്നത്. ഒരു സോഷ്യൽ ലൈഫിൻ്റെ പ്രെഡിക്ഷനും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസർച്ച് ഡിസൈനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസിന് നമുക്ക് ഓൾസോ കോൾഡ് ഒബ്സർവേഷണൽ, അതായത് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെയൊക്കെ നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഒബ്സർവേഷണൽ. ഇത്രയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിൽ വരുന്നത്. നമ്മൾ ഓൾറെഡി റിസർച്ചിൻ്റെ ടൈപ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പറഞ്ഞതാണ്. ഇനി അതിൽ നമുക്ക് നോക്കാനുള്ളത് കോസൽ റിസർച്ച് ആണ്. കോസൽ റിസർച്ച് ഈസ് ഓൾസോ നോൺ ആസ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അല്ലേ? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു റിസർച്ചാണ് കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു വാരിയബിളിൽ മാറ്റം വരുമ്പോൾ ഈ വാരിയബിൾസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യാണ്. കൂടുതലായിട്ട് ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഒരു വാരിയബിൾ മാറുന്ന സമയത്ത്, അതായത് വേറൊരു വാരിയബിളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മളിത് കൂടുതലായിട്ട് നമ്മളുടെ ഈ ഒരു വാരിയബിൾസ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ പഠിക്കുന്നത് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ലബോറട്ടറി. നമുക്കറിയാം ഒരു ലാബിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ അളവ് ഇത്ര കൂടുമ്പോൾ
എന്താണ് അതിൻ്റെ റിലേഷൻ വരുന്നത്, മറ്റേ വേരിയബിളിന് എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം ലാബിൽ തന്നെ പല കെമിക്കൽസ് കൂടിച്ചേരുന്ന സമയത്ത് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കെമിക്കലിൻ്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ ആ പ്രോഡക്റ്റേ അവിടെ മാറിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലബോറട്ടറി എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ലബോറട്ടറി അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. സോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വാരിയബിൾസ് തമ്മിലുള്ളൊരു കോസാലിറ്റി അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു വാരിയബിളിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരു വാരിയബിളിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് മറ്റ് വാരിയബിളിൽ എങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാകുന്നു എന്ന് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബിസിനസ് ഫീൽഡായിട്ടാണ്, ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് പഠിക്കുന്നത്. സോ നമ്മൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കാതെ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് നമ്മളിങ്ങനെ നോക്കുകയാണ്. സോ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. സോ നമ്മളുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറവാണ്. നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു നോക്കി, ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു നോക്കുന്ന സമയത്ത് നമ്മളുടെ പ്രോഡക്റ്റിന് കുറച്ചും കൂടി ഡിമാൻഡ് കൂടും. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തുണ്ട്, ബന്ധമുണ്ട്, ഒരു കോസാലിറ്റി ഉണ്ട്. ഒന്ന് കൂടുമ്പോൾ ഒന്നിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റിനെ കുറച്ച് കാലത്തേക്ക് കൊടുക്കാതിരുന്ന് നോക്കുക, അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിനെ അവിടെ ഹോൾഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് മറ്റേ വേരിയബിളിൽ എന്ത് മാറ്റം ഉണ്ടാകും, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കോസാലിറ്റി നിശ്ചയിക്കുന്നത്. അതായത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടോ അതിനങ്ങനെ മാറ്റം വരുത്തിയും കൊണ്ടോ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോസൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. So this causal research is very complex when it deals with the pupils' attitudes and motivations. സോ നമ്മൾ പ്യൂപ്പിൾസിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കറിയാം ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഒരാളെ മൈൻഡ് പോലെ ആയിരിക്കില്ല വേറൊരാളെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മെഷർ ചെയ്യാനോ നമുക്കത് എത്രത്തോളം ആ ഒരു കോസാലിറ്റി ഉണ്ടെന്ന് കണക്കാക്കാനോ നമുക്ക് പറ്റൂല. സോ ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്സ് അവരുടെ ഇമോഷൻസ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു കോസൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോസൽ റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ്. ഇത്രയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ആൻഡ് കോസൽ റിസർച്ച് ഡിസൈനിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് റിസർച്ച് ടൈപ്സ് പറയുന്ന സമയത്ത് വാട്ട് ഈസ് കോസൽ റിസർച്ചും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചും. ദെൻ നമുക്ക് പറയാനുള്ളത് ചൂസിങ് എ ബേസിക് മെത്തേഡ് ഓഫ് റിസർച്ച് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് റിസർച്ച്. നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പം നമ്മൾ ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ റിസർച്ചിൻ്റെ മെത്തേഡ്സിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. മെയിൻലി ദർ ആർ 3 മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഈസ് സർവേ, സെക്കൻഡ് വൺ ഈസ് എക്സ്പെരിമെൻറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് ഒബ്സർവേഷൻ. സോ സർവേ നമുക്കറിയാം, നമ്മൾ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സർവേ അതായത് നമുക്ക് സെൻസസ് സർവേ സാമ്പിളിംഗ് സർവേ ഒക്കെ കേട്ടിട്ടില്ലേ, സെൻസസ് എടുക്കാൻ വരുന്നതൊക്കെ നമുക്കറിയാം. ഇനി എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ്, എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു വാരിയബിളിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ് നമ്മൾ. ഒരു വാരിയബിളിലെ മാറ്റം വരുത്തുമ്പോൾ മറ്റേ വാരിയബിൾസിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നതാണ് എക്സ്പെരിമെൻ്റ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നിരീക്ഷിച്ചിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഏത് മെത്തേഡ് വേണമെന്നുള്ളത് നമ്മളുടെ ആ ഒരു അതിൻ്റെ സ്യൂട്ടബിലിറ്റി അതിൻ്റെ റിലയബിലിറ്റി ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് അല്ലെങ്കിൽ ഒരു ബേസിക് മെത്തേഡ് ഓഫ് റിസർച്ച് ആണ്. സോ ഫസ്റ്റ് വൺ സർവേ മെത്തേഡ്. സർവേ മെത്തേഡ് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. സർവേ എന്താണെന്നുള്ളത് അറിയാം. ഇറ്റ് ഈസ് എ നോൺ എക്സ്പെരിമെൻറ്റ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ്. സോ നോൺ എക്സ്പെരിമെൻ്റ്, അവിടെ എക്സ്പെരിമെൻ്റ് ഒന്നുമില്ല, ഇതുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധമുണ്ടോ ഒന്നും നമ്മളൊരു എക്സ്പെരിമെൻറ്റും ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് ആണ് അല്ലേ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും സർവേയിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ.
ചിലപ്പോൾ ഈ ഒരു സർവേ എന്ന് പറയുന്നത് പെൻ ആൻഡ് പെൻസിൽ ഫീഡ്ബാക്ക് ഫോമിലാവാം. അതായത് പെന്നോ പെൻസിലോ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് ഫോമിലാണ് കൂടുതലായിട്ടും സർവേ നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് 1-on-1 ഇൻ ഡെപ്ത് ഇന്റർവ്യൂ ഫോമിലാണ് നമ്മൾ സർവേ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. സർവേ അങ്ങനെ തന്നെയാണ്. ഇറ്റ് ഈസ് എ പെൻ ആൻഡ് പെൻസിൽ ഫീഡ്ബാക്ക് ഫോം വിത്ത് 1-on-1 interview method. So അതിനൊരു ഡെഫിനിഷൻ നോക്കുന്ന സമയത്ത് അക്കോർഡിംഗ് ടു ഹെർമൻ എം മോസ്, ദ സർവേ ഈസ് ഇൻ ബ്രീഫ് simply a method of analysis in scientific and orderly form for defined purpose of a given social situation or problem or പോപ്പുലേഷൻ. നമുക്കറിയാം ഇപ്പോൾ പോപ്പുലേഷൻ്റെ ഇൻക്രീസിൽ തന്നെ നമ്മൾ സെൻസസ് സർവേ നടത്തുന്നു. സെൻസസ് സർവേ എന്തിനാണ്? ആ ഒരു പോപ്പുലേഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് സെൻസസ് എടുക്കുന്നത്. ഓരോ കൊല്ലത്തിലും സെൻസസ് എടുക്കുന്നുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും പോപ്പുലേഷൻ ഇൻക്രീസ് ആയോ അല്ലെങ്കിൽ ഡിക്രീസ് ആയോ എന്ന് നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സർവേ യൂസ് ചെയ്യുന്നത്. സോ അതൊരു ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചറാണ്, നമുക്കറിയാം. സോ സർവേൻ്റെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സർവേ എന്താണെന്ന് മനസ്സിലാകും. ഇറ്റ് ഈസ് എ ഫീൽഡ് സ്റ്റഡിയാണ്. അതായത് നമ്മൾ ഇറങ്ങി ചെന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. ഓൾവേസ് കണ്ടക്റ്റഡ് ഇൻ നാച്ചുറൽ സ്ട്രിങ്. ദെൻ it deal with the immediate problem in the society. So immediate problem സൊസൈറ്റിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഏതിലൂടെ? സർവേയിലൂടെ. അതായത് പോപ്പുലേഷൻ നോക്കുന്ന സമയത്ത് ആ കൊല്ലം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പോപ്പുലേഷൻ്റെ സർവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് കോൺക്രീറ്റ് ആൻഡ് ഡയറക്റ്റ് സ്റ്റഡി. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് എന്ത്, സർവേ എന്ന് പറയുന്നത്. കൂടുതലും ഈ ഒരു സർവേ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഏറ്റവും സ്യൂട്ട് ആവുന്നത് ചിലരെ ആറ്റിറ്റ്യൂഡ് നോക്കാൻ വേണ്ടിയിട്ട്, ഒപ്പീനിയൻ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ഫാക്റ്റുകൾ നോക്കാൻ വേണ്ടിയിട്ട്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ എന്ത് ഉപയോഗിക്കുന്നത്, സർവേ യൂസ് ചെയ്യുന്നത്. സോ സർവേ എന്ന് പറയുന്നത് എന്താണ്? നോൺ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിൽ വരുന്ന ഒരു മെത്തേഡ് ഓഫ് റിസർച്ചാണ് സർവേ എന്ന് പറയുന്നത്. സോ സർവേനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്യാം. ക്രോസ് സെക്ഷണൽ സർവേ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ സർവേ, രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് സെക്ഷണൽ സർവേ എന്നും ലോങ്ങിറ്റ്യൂഡിനൽ സർവേ എന്നും രണ്ടായിട്ട് നമുക്ക് സർവേനെ ക്ലാസിഫൈ ചെയ്യാം. ഈ ലോങ്ങിറ്റ്യൂഡിനൽ സർവേനെ തന്നെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് പാനൽ സ്റ്റഡീസ്, കൊഹോർട്ട് സ്റ്റഡീസ് ആൻഡ് ട്രെൻഡ് സ്റ്റഡീസ്. സോ നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ പോകാം. എന്താണ് ഈ ക്രോസ് സെക്ഷണൽ സർവേ? ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കളക്ട് ഇൻഫർമേഷൻ ഇൻ വൺ പോയിന്റ് ഇൻ ടൈം. അതായത് ഒരൊറ്റ സമയത്ത് മാത്രം നമ്മൾ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർ ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഒരൊറ്റ വർഷത്തേക്ക്, ഇപ്പോൾ 2004 മാത്രമുള്ള ആ ഒരു ഒപ്പീനിയൻ സർവേയോ അങ്ങനെ ഏതെങ്കിലും ഒരു 1 പോയിന്റ് ഇൻ ടൈമിൽ നമ്മൾ മാത്രം ആ ഒരു 1 പോയിന്റ് ഇൻ ടൈമിലേക്ക് വേണ്ടി മാത്രം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയുന്നത്. അതായത് ഈ 2020 വെച്ച് നോക്കുമ്പോൾ, ഈ 2020 ജൂണിൽ ആദ്യമായിട്ട്, അതായത് നിങ്ങളുടെ ആ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയ ആ ഒരു ടൈമിൽ, കറക്റ്റ് ശരിക്കും കഴിഞ്ഞ കൊല്ലാണ് തുടങ്ങുന്നത്, ആ ഒരു സമയത്ത് നിങ്ങളുടെ പാരൻസിനോട് 2020 ജൂണിൽ ചോദിക്കുകയാണ്, പാരൻസിനോട് ചോദിക്കുകയാണ്, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇൻ ഓൺലൈൻ ക്ലാസ്? ആ ഒരു ടൈമിലാണ് അവരോട് ചോദിക്കുന്നത്. ചിലപ്പോൾ ആ സമയത്ത് അവരെന്തായിരിക്കും, അവരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ബാഡായിരിക്കും. പക്ഷെ ഇപ്പോൾ വീണ്ടും ചോദിക്കുന്ന സമയത്തോ ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു സമയത്ത് മാത്രം, ആ 2020 ജൂണിൽ മാത്രം നമ്മൾ ചോദിക്കുക, ഒരു പോയിന്റിൽ, ആ ഒരു സിംഗിൾ ടൈമിൽ മാത്രം ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സർവേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് സെക്ഷണൽ സർവേ. ഇതിൽ വീണ്ടും ഒപ്പീനിയൻ മാറുന്നുണ്ടോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ആ ഒരു സമയത്ത് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്ന് മാത്രം ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, ക്രോസ് സെക്ഷണൽ സർവേയിൽ വരുന്നത്. സോ അനദർ കാറ്റഗറി ഈസ് എ ലോങ്ങിറ്റ്യൂഡിനൽ സർവേ. ലോങ്ങിറ്റ്യൂഡിനൽ സർവേ ഈസ് കൺസേൺ വിത്ത് ഗ്യാതേർഡ് ഡാറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു സിംഗിൾ ടൈമിലല്ല നമ്മൾ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ഓവർ എ പീരീഡ് ഓഫ് ടൈമാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2001 മുതൽ ഈ 2021 വരെയുള്ള ഡാറ്റകൾ, അതിൽ വരുന്ന ആറ്റിറ്റ്യൂഡ്സിൻ്റെ മാറ്റങ്ങൾ വരാം. അങ്ങനെ ഒരു സിംഗിൾ പോയിന്റ് ഇൻ ടൈം അല്ലാതെ നമ്മളുടെ ആ ഒരു സീരീസ് ഓഫ് ഡാറ്റ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ്ങിറ്റ്യൂഡിനൽ സർവേ എന്ന് പറയുന്നത്. So here the respondents are questions in different moments in time.
അതായത് ഒരു ടൈമിലല്ല, ഡിഫറെൻറ്റ് മൊമെൻറ്റ്സിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2001 ആദ്യം ഒരു പ്രാവശ്യം അവരെ ക്വസ്റ്റ്യൻ ചെയ്തു, പിന്നെ വീണ്ടും അവർ വേണമെങ്കിൽ ആ ഗ്രൂപ്പിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2020 ഒന്നും കൂടി നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം. അങ്ങനെ ഒരുപാട് പല അതായത് ഇടവേളകളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ സർവേ എന്ന് പറയുന്നത്. സോ ദിസ് ലോങ്ങിറ്റ്യൂഡിനൽ സർവേ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ട്രെൻഡ് സ്റ്റഡീസ്. ആ ഒരു പേര് തന്നെ ഉണ്ട്, ട്രെൻഡ് സ്റ്റഡീസ് ആണ്. സോ നിങ്ങളുടെ ആ ഒരു ട്രെൻഡ് ഒരു 1990 മുതൽ 2021 വരെയുള്ള ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ, ഒരു സിംഗിൾ പോയിന്റ് ഇൻ ടൈമിൽ വരുന്നതല്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ വരുന്നതാണ്. സോ ആ ഒരു കാലഘട്ടം മുതൽ ഈ ഒരു കാലഘട്ടം വരെയുള്ള ഒരു ഡ്രസ്സിൻ്റെ ട്രെൻഡോ അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ ട്രെൻഡോ വാച്ചിൻ്റെ ട്രെൻഡോ മൊബൈൽ ഫോണിൻ്റെ ട്രെൻഡോ, നമുക്ക് മൊബൈൽ ഫോൺ പറയുകയാണെങ്കിൽ ശരിക്കും ആ ട്രെൻഡ് മനസ്സിലാകും. സാധാരണ ഒരു ഫീച്ചേർഡ് ഫോണിൽ നിന്ന് ഇന്ന് കാണുന്ന സ്മാർട്ട് ഫോൺ, അതല്ലാണ്ട് സ്മാർട്ട് വാച്ച് വരെ എത്തി നിൽക്കുന്ന ആ ഒരു ട്രെൻഡ്, അതാണ് ഈ ഒരു ട്രെൻഡ് സ്റ്റഡിയിൽ വരുന്നത്. പെർട്ടിക്കുലർ പോപ്പുലേഷനെ വീണ്ടും റിപ്പീറ്റഡ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും സാമ്പിൾ എടുത്തിട്ട് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാണ്. ഒരേ പോപ്പുലേഷനിൽ തന്നെ നമ്മൾ സാമ്പിൾ എടുക്കുക, അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക. നിങ്ങളോട് അന്ന് ചോദിച്ച ചോദ്യം വീണ്ടും ഇപ്പോൾ യൂത്തിനെടുത്തിട്ട് അന്ന് ചോദിച്ച യൂത്ത് പറയുന്നതായിരിക്കില്ല ചിലപ്പോൾ 2021 പറയുന്നത്. സോ അത് തന്നെ വീണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം. അതാണ് ഈ ട്രെൻഡ് സ്റ്റഡീസിൽ വരുന്നത്. ഇൻ കൊഹോർട്ട് സ്റ്റഡീസിൽ എ പെർട്ടിക്കുലർ പോപ്പുലേഷൻ സാമ്പിൾഡ് ആൻഡ് സ്റ്റഡിഡ് മോർ ദാൻ വൺസ്. അതായത് ഒരു ടൈപ്പ് ഓഫ് പീപ്പിളിന് തന്നെ വീണ്ടും ഒരു പ്രാവശ്യമല്ല, മോർ ദാൻ വൺസിൽ വേണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ 2020 കഴിഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ 2020 ജൂണിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പാരൻസിനോട് ചോദിച്ചു, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളെ പാരൻസിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ് എന്ന്. പിന്നെ 2001 ജൂൺ ആയപ്പോൾ വീണ്ടും അനദർ കാറ്റഗറിയാണ്, പക്ഷേ എന്ത് തന്നെയാണ്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് വീണ്ടും ചോദിക്കുകയാണ്. അതായത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് വീണ്ടും നമ്മൾ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മോർ ദാൻ വൺസ്. സോ ഇവിടെ കൊഹോർട്ട് സ്റ്റഡിയിൽ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സാമ്പിൾസ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷെ അതേ ആളുകൾ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ 2020 ചോദിച്ച ആളുകൾ തന്നെ 2021 ചോദിക്കണമെന്നില്ല. പാരൻസ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാറാം, പക്ഷെ കുട്ടികളുടെ പാരൻസ് ആണ്, പക്ഷെ സെയിം ആളുകൾ തന്നെ വേണമെന്നില്ല. ഇനി നെക്സ്റ്റ് വണ്ണാണ് പാനൽ സ്റ്റഡീസ്. പാനൽ സ്റ്റഡീസിൽ സെയിം സാമ്പിൾ എടുത്തിട്ട് അവരോട് തന്നെ റിപ്പീറ്റഡ്ലി ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് റെസ്പോണ്ടൻസിന് എടുത്തു, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കോളേജിലെ ലൈബ്രറിയിലെ ബുക്സിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയുണ്ടെന്ന്. ഇതേ നിങ്ങൾ ഇന്നെടുത്ത ഈ സാമ്പിൾസിനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ വന്നിട്ട് ഇതേ കുട്ടികളോട് തന്നെ വീണ്ടും ചോദിക്കുകയാണ് ഈ വർഷം ഇവിടുത്തെ സാമ്പിൾസിൻ്റെ, അതായത് ലൈബ്രറിയിലെ ബുക്സിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയുണ്ടെന്ന്. ഇവിടെ സാമ്പിൾ എന്താണ്, സെയിം ആണ്. ഈ സെയിം സാമ്പിളിനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുകയാണ്, സർവേ നടത്തുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, പാനൽ സ്റ്റഡി എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഈ ഒരു പാനൽ സ്റ്റഡി എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലക്സും ഡിഫിക്കൽട്ടിയും ആണ്. കാരണം സെയിം ആയിട്ടുള്ള സാമ്പിളിനെ തന്നെ എല്ലാ വർഷവും കിട്ടണം. അപ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആൻഡ് മോർ എക്സ്പെൻസീവ് ആണ്. ഇനി സർവേയിലെ ടൈപ്സ് നമ്മൾ പറഞ്ഞു, അതായത് ക്രോസ് സെക്ഷണൽ സർവേയും അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിനൽ സർവേയും ഉണ്ട്. ഇനി വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സർവേ? മെത്തേഡ്സ് ഓഫ് സർവേ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് ടൈപ്സ് ആണ്, ഇനി പറയാനുള്ളത് മെത്തേഡ്സ് ആണ്. സോ മെത്തേഡ്സ് ഓഫ് സർവേയിൽ മെയിനായിട്ടും വരുന്നത് 2 മെത്തേഡ്സ് ആണ്, സെൻസസ് സർവേ ആൻഡ് സാമ്പിൾ സർവേ. സോ സാമ്പിളിംഗ് സർവേ. A complete survey of the population is called a census survey. നമുക്കറിയാം ഓരോ പോപ്പുലേഷനിലുള്ള എല്ലാ റെസ്പോണ്ടൻസിനെയും നമ്മൾ എടുത്ത് സർവേ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസസ് സർവേ എന്ന് പറയുന്നത്. സോ എൻറ്റയർ യൂണിവേഴ്സ് ഈസ് സർവേഡ്.
അങ്ങനെയാണെങ്കിൽ സാമ്പിളിംഗ് സർവേ എന്ന് പറയുന്നത് എന്തായിരിക്കും? സാമ്പിൾസ് മാത്രം എടുത്തിട്ട് ഇപ്പം നമ്മളുടെ ആ ഒരു കോളേജിൻ്റെ സാമ്പിൾ എടുക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 5th സെമ്മിലുള്ള കുട്ടികളുടെ സാമ്പിൾ എന്ന് പറഞ്ഞ് 5th സെം കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് സാമ്പിൾ എടുക്കുന്ന സമയത്ത് അതിൽ ഇപ്പോൾ 60 കുട്ടികളുണ്ടെങ്കിൽ ഒരു 10 20 കുട്ടികളെ നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നു. എന്നിട്ട് സർവേ നടത്തുകയാണെങ്കിൽ അതിനാണ് സാമ്പിളിംഗ് സർവേ. ഇപ്പോൾ സെൻസസ് സർവേയും സാമ്പിളിംഗ് സർവേയും കൂടുതൽ എപ്പോഴാണ് നമ്മൾ സാമ്പിളിംഗ് വേണോ സെൻസസ് വേണോ എന്ന് നോക്കുന്നത്? നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ, കൃത്യമായിട്ടുള്ള ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ റിസർച്ച് സ്റ്റഡിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? സെൻസസ് സർവേ ആയിരിക്കും. കാരണം ഓരോരുത്തരടുത്ത് നിന്നിട്ടും നമുക്ക് പോയിട്ട് അവരുടെ ഒപ്പീനിയൻസോ അല്ലെങ്കിൽ ഡാറ്റയോ കളക്ട് ചെയ്യാം. ഇനി അത്ര ആക്യുറേറ്റ് ഒന്നും വേണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശ കണക്ക് മതിയെങ്കിൽ നമ്മൾ ആ റെപ്രസെൻ്റ് ചെയ്തിട്ട് 1-2 റെപ്രസെൻറ്റേറ്റീവ്സിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? സാമ്പിളിംഗ് സർവേ. അപ്പം നമ്മളുടെ സ്റ്റഡീൻ്റെ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ സെൻസസ് സർവേ വേണോ സാമ്പിളിംഗ് സർവേ വേണോ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പിൽ തന്നെ ട്രെൻഡ് സ്റ്റഡി നടത്തണോ ഇതൊക്കെ നിശ്ചയിക്കുന്നത് നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഫീസിബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ്. അതിൽ വേറെ സർവേകൾ വരുന്നുണ്ട്. ഇമെയിൽ സർവേ വരുന്നുണ്ട്. ഇമെയിൽ സർവേ ആ പേര് തന്നെ എന്ത്? നമ്മൾ ഇമെയിൽ അയച്ചുകൊണ്ട് സർവേ ചെയ്യുന്നത്. ദെൻ ഫാക്സ് സർവേ. ഫാക്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ത്രൂ ഫാക്സ് വഴി സർവേ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റീസെൻറ്റ് ട്രെൻഡ്സ് ആണ്. ഈ റീസെൻറ്റ് ട്രെൻഡ്സിൽ വരുന്നതാണ് ഫാക്സ് സർവേ വരുന്നത്. ഓൺലൈൻ സർവേയിലാണ് നമ്മളുടെ ഇൻ്റർനെറ്റ് ഇമെയിൽ സർവേ ഒക്കെ വരുന്നത്. ഫാക്സ് സർവേ ഇതൊക്കെ നമ്മളുടെ റീസെൻറ്റ് ട്രെൻഡ്സ് ആയിട്ട് വരുന്ന സർവേകളാണ്.